നമസ്കാരം. കോട്ടയം അയർക്കുന്നത്ത് അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭാര്യ അൽപ്പനയും ഭർത്താവ് സോണി കൊലപ്പെടുത്തിയത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിലെന്ന് സംശയിച്ച് പോലീസ്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ സോണി മണ്ണ് നിരപ്പാക്കുന്ന പണിയെടുത്തിരുന്നു. ഈ സ്ഥലം വിജനമാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. ഈ വസ്തുത പൂർണ്ണമായി മനസ്സിലാക്കിയാണ് സോണി ഭാര്യ അൽപ്പനയുടെ മൃതദേഹം ഇവിടെ മറവ് ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഒക്ടോബർ 14 പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് മുർഷിദാബാദ് സ്വദേശിയായ സോണി അയർക്കുന്നം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതേ ദിവസം രാവിലെ ഇയാൾ ഭാര്യയുമൊത്ത് നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യം ലഭിച്ചു. പിന്നീട് ഇയാൾ മടങ്ങിപ്പോകുമ്പോൾ ഭാര്യ കൂടെ ഉണ്ടായിരുന്നില്ല. ഇത് പോലീസിന്റെ സംശയത്തിന് ബലമേകി. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ആദ്യം സഹകരിച്ചില്ല. ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. ഇളപ്പുങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ പറമ്പിലെ മണ്ണ് നിരപ്പാക്കിയ സ്ഥലത്ത് തന്നെയാണ് അൽപ്പനയുടെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണവുമായി സഹകരിക്കാതെ മക്കളോടൊപ്പം ട്രെയിനിൽ നാട്ടിലേക്ക് പോകാനായിരുന്നു ഇയാളുടെ ശ്രമം. ഈ വിവരം ലഭിച്ച പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് ശനിയാഴ്ച രാത്രി കൊച്ചിയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സോണി അൽപ്പനയെ കൊലപ്പെടുത്തിയത് മറ്റൊരാളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രകാശ് മണ്ഡൽ എന്നയാളുമായി അൽപ്പന സ്ഥിരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് സോണിക്ക് അലോസരമുണ്ടാക്കിയിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായി. കൊലപാതകം നടന്നുവെന്ന് കരുതുന്ന 14-ാം തീയതിയും തലേദിവസവും ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ നടന്നു. നിർമ്മാണ ജോലിക്കായി ദമ്പതികൾ അയർക്കുന്നത്ത് താമസിച്ചു വരികയായിരുന്നു. കൊലപാതകം നടത്താൻ പ്രതി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. 14-ാം തീയതി രാവിലെ 7 മണിയോടെ അത്യാവശ്യ ജോലിയുണ്ടെന്നും നേരത്തെ എത്തണമെന്നും പറഞ്ഞ് സോണി അൽപ്പനയെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെത്തിച്ചു. അവിടെ എത്തിയ ശേഷം ഫോൺ വിളിയെ ചൊല്ലിയുണ്ടായ തർക്കം വീണ്ടും രൂക്ഷമായി. തുടർന്ന് ഭാര്യയെ മതിലിടിപ്പിച്ച് താഴെ തള്ളിയിട്ട് കഴുത്തിന് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കാനായി കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കെട്ടുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം സമീപത്ത് തന്നെ കുഴിച്ചിട്ടു. ഇളപ്പുങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന് തന്നെയാണ് മൃതദേഹം കുഴിച്ചുമൂടിയതും. മൃതദേഹം അഴുകിയ അവസ്ഥയിലായിരുന്നു കണ്ടെത്തുമ്പോൾ. ആഴം കുറഞ്ഞ കുഴിയിലായിരുന്നു മൃതദേഹം. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതിയുമായി സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ പുറത്തേക്ക് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. കൊലയ്ക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ഇയാൾ പോലീസിൽ പരാതി നൽകുന്നത്. കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ഇയാളുടെ ശ്രമമാണിതെന്നാണ് പോലീസ് നിഗമനം. സോണിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കാരണം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. സോണി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും സംശയത്തിനിടയാക്കി. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, കോട്ടയം DYSP അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്.